Hello everyone, welcome to Psychodiagnostic classes. So before നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി ഒക്കെ ഇൻട്രൊഡക്ഷൻ തരുന്നതിന് മുന്നേ ഞാനൊന്ന് വളരെ ഷോർട്ടായിട്ട് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനഘ എന്നാണ്. ഞാൻ കൺസൾട്ടന്റ് ട്രാഫിക് സൈക്കോളജിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടീച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രൈവർ ബിഹേവിയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചും പിന്നെ അതുപോലെ വർക്ക്ഷോപ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ട്രാഫിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് ഇതുപോലെ കുറച്ച് ടീച്ചിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ BSc സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ലിസ കോളേജിലും അത് കഴിഞ്ഞിട്ട് MSc സൈക്കോളജി MSc അപ്ലൈഡ് സൈക്കോളജി വിത്ത് ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അവിടുന്ന് തന്നെ ഒരു PG ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ ചെയ്തിരുന്നു. എഗെയിൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു അത്. കഴിഞ്ഞിട്ട് IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹൈദരാബാദിൽ നിന്ന് MPhil ലിബറൽ ആർട്സ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത്, അതായത് ട്രാഫിക് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MPhil ചെയ്തു. ഇത്രയുമാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൈക്കോളജി ഫീൽഡിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ഒക്കെ വർക്ക് ചെയ്യേണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഫ്രീലാൻസിങ്ങിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അതൊക്കെയാണ് എൻ്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു എന്നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം നമുക്കൊരു ഫാക്കൽറ്റി ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആരാണ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. നത്തിങ് മോർ ദൻ ദാറ്റ്. സോ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ കോഴ്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കോഴ്സിന്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും ആസ് എ ഹോൾ ചെയ്യുന്നതിന്റെ ഒക്കെ ഔട്ട്ലൈൻ അറിയുന്നുണ്ടാവും. ഇത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതലും വെർച്വൽ ഇന്ററാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ തമ്മിൽ. അത് ഡിസ്റ്റൻറ്റുമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം ലേൺവൈസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ വെർച്വലി ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, സോ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ഈ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ്. MPCE-012 കോഡ് ആയിട്ടുള്ള സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വളരെ ഷോർട്ടായിട്ട് നോക്കുന്നത്. ഈ കോഴ്സിൽ ഈ ഒരു നമ്മുടെ പേപ്പറിൽ 4 ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇനീഷ്യലി 4 ബ്ലോക്സിലായിട്ടാണ് നമ്മളുടെ സിലബസ് വരുന്നത്. ഈ 4 ബ്ലോക്സിന്റെയും അണ്ടറിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. ഓരോ 4 ബ്ലോക്സിനും 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റ്സ് എന്നുള്ളതിൽ 4x4 എന്ന് എഴുതിയത്. 4 യൂണിറ്റ്സിലും 4 ഈച്ച് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 16 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഈ ഓരോ യൂണിറ്റ്സിനെയും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ലെസൺസ് ആക്കിയിട്ടും തിരിക്കുന്നുണ്ട്. അതായത് ഓരോ ലെസൺസ് ഡീൽ ചെയ്യുന്നത് പോലെ അപ്പം ചെറിയ ചെറിയ ലെസൺസ് ആയിട്ട്. കാരണം നമുക്ക് ആസ് എ ഹോൾ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതിലുപരി കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സിനെയും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അതല്ലാതെ കൺസെപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ എക്സാമ്പിൾസും പിന്നെ പ്രാക്ടിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ ഒക്കെ എന്താ പറയാ നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, എക്സാം പീഡിയാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാ സബ്ജക്റ്റുകളിലും അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സിനും ഉള്ളത് കൊണ്ട് അതൊക്കെ നിങ്ങൾ കുറെയൊക്കെ ഫെമിലിയർ ആയിരിക്കും. അപ്പം ഈ പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഓവറോൾ ഒരു മൈൻഡ് മാപ്പ് ആയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ദാറ്റ് യൂണിറ്റ് 2 വരുന്ന സമയത്ത് കുറച്ച് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് നോക്കുന്ന സമയത്ത് ഞാനൊന്ന് ഹൈഡ് ചെയ്തോളാം. ഓക്കെ, ഐ വിൽ ഹൈഡ് മൈസെൽഫ്. സോ ഞാൻ പറഞ്ഞ പോലെ MPCE-012 അതായത് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഈ കോഴ്സിൽ ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ. ഈ പേപ്പറിന്റെ പേരാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 ബ്ലോക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ബ്ലോക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് 1 എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ്. ബ്ലോക്ക് 2 സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ആൻഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ബ്ലോക്ക് 4 ഇസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ കടുകട്ടിയായിട്ടുള്ള പേരുകളൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് അറിയുന്നതും പിന്നെ നമുക്ക് ഓൾറെഡി സൈക്കോളജിയിൽ അറിഞ്ഞു വെച്ചിട്ടുള്ള തിയറീസും കാര്യങ്ങളുടെ ഒക്കെ ഒരു അപ്ലിക്കേഷൻ ലെവലിലായിട്ടാണ് വരുന്നത്. ബ്ലോക്ക് 1
ഈ കാണുന്ന പോലെ 4 യൂണിറ്റ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ, പിന്നെ അതുപോലെ എന്താണ് ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതിന്റെ ഫസ്റ്റ് തന്നെ ഡെഫിനിഷനും അതിന്റെ ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള യൂണിറ്റ് ആണ് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. പിന്നെ മെത്തേഡ്സ് ആൻഡ് ബിഹേവിയറൽ അസസ്മെന്റ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അസസ്മെന്റ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, ക്ലിനിക്കലി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വരുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതും, പിന്നെ അതുപോലെ എത്തിക്കൽ ഇഷ്യൂസും ആണ്. നമ്മൾ സൈക്കോളജി പഠിച്ച സമയത്ത് പല എത്തിക്കൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് വരുമ്പോൾ എന്തൊക്കെ എത്തിക്കൽ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഇനി വരുന്ന ഓരോ ബ്ലോക്കുകളിലും യൂണിറ്റ്സ് ഉള്ളത്. അതെല്ലാം ഞാനിങ്ങനെ വെറുതെ വായിച്ചു പോകുന്നില്ല. ഇപ്പം നിങ്ങളത് ഒന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓക്കെ, ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഇവിടെ യൂണിറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3-ലും 4-ലും ഉണ്ട്. ഓക്കെ, സോ ഇതില് എല്ലാ യൂണിറ്റും നമ്മൾ വെരി ഡീറ്റെയിൽ ആയിട്ട് ലെസൺ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ഈ പേരുകളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും നിങ്ങൾ ശരിക്കും ഞെട്ടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണല്ലോ. അപ്പം അതുപോലെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, സോ കുറച്ച് വളരെ ചെറിയ തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിയുന്നത്ര മൈൻഡ് മാപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിവിടെ മൈൻഡ് മാപ്പിനുള്ള ഒരു ഗൈഡ് ലൈൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു മെന്റൽ മാപ്പ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ടേംസ് ഒക്കെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പണ്ട് സൺ ഡയഗ്രാം ഒക്കെ വരച്ചിട്ടുണ്ടാവും അല്ലെ, സ്കൂളിലൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതായിരിക്കും. സൺ ഡയഗ്രാം, ഒരു നടുവിലൊരു കാര്യം ഉണ്ടാവും, എന്നിട്ട് ചുറ്റും എന്താ പറയാ നമ്മളുടെ അത് സൺ ഡയഗ്രാം എന്ന് പേര് വരാൻ കാരണം സണ്ണ് നമ്മളെ പ്ലാനറ്റ് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിവിടെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഹോൾ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ഒക്കെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈറ്റിൽ എന്താണെന്നുള്ളത് കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഡിഫറെന്റ് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ യൂസ് എക്സാമ്പിൾസ്, കീവേഡ്സ്, എന്താണ് അതിന് കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് മാക്സിമം കൺസൈസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു A4 ഷീറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേർഡ് ഫയലിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു വേർഡ് ഫയലിൽ ഒതുങ്ങുന്ന പോലെ നിങ്ങളുടെ നോട്ടിൽ, ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിനും ഉണ്ടാക്കുന്ന വെച്ചാൽ 4 ബ്ലോക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഒരു പേപ്പറിന് മൊത്തത്തിലാണെങ്കിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് റൂമിൽ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടാക്കി വെക്കാം. ആ ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്സും അതിന്റെ മെയിൻ പോയിന്റ്സും ഒക്കെ എഴുതി വെക്കാം. ഇത് എഴുതുന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസും കഴിയുന്നതോടുകൂടെ, അതായത് ഓരോ ലെസൺസും, ഞാൻ മൊഡ്യൂൾ എന്നുള്ളത് എന്റെ ഓരോ ശീലം വെച്ചിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ലെസൺ അല്ലെങ്കിൽ ചാപ്റ്റർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഓരോ ലെസണും കഴിയുന്ന സമയത്ത് അതിന്റെ സമ്മറി എന്നുള്ള പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓരോ പേപ്പറിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, ഇനിയിപ്പോ ഈ ഒരു ഇത് കഴിഞ്ഞ അടുത്ത സെമിസ്റ്ററിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റും. ഈ എക്സാം എഴുതുമ്പോഴും അസൈൻമെന്റ് ഇപ്പൊ പെർട്ടിക്കുലർ ടോപ്പിക് എവിടെയാണ് തപ്പണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ടാണ് മൈൻഡ് മാപ്സ് ആദ്യം മുതൽ തന്നെ അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ എന്തൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ളത് നോട്ട് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ തന്നെ വെരി സ്റ്റാർട്ടിങ് അടുത്ത ക്ലാസ് മുതൽ തന്നെ മൈൻഡ് മാപ്സിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു തുടങ്ങുക. മൈൻഡ് മാപ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് എക്സാമ്പിൾസും അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് മൈൻഡ് മാപ്സ് അല്ലെങ്കിൽ ക്രിയേറ്റ് മൈൻഡ് മാപ്സ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ചാപ്റ്റർ സമ്മറി നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഡം ക്വസ്റ്റ്യൻസ്, അതായത് പൊട്ട ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഏത് ചോദ്യമാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. എല്ലാ ചോദ്യത്തിനും അത് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനും അത് യൂസ് ചെയ്യുന്നതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ളതുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി പൊട്ടത്തരം എന്ന് തോന്നിയാൽ പോലും അത് ചോദിക്കാതിരിക്കരുത്. എന്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ മെന്റർ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് പോയിന്റ് ലേൺവൈസിലെ ടീമുമായിട്ട് ആരായിട്ടാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
ആ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ, അതിപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള, അതായത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ ഇനി അതല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇപ്പം സംശയങ്ങളാണെങ്കിലും എന്നോട് ചോദിക്കേണ്ടത് എന്നോടും അതല്ലാത്തവരോടൊക്കെ ചോദിക്കുക. എനിക്ക് പറ്റുന്നത്ര ഞാൻ ക്ലാരിഫൈ തരും. അതല്ലാത്തത് എനിക്ക് റെഫർ ചെയ്തിട്ടോ അതല്ല മറ്റ് എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ കീപ് ട്രാക്ക് ഓൺ യുവർ ഹോൾ പോർഷൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ഡേറ്റ്സും ഡെഡ് ലൈനും ഒക്കെ അവസാനം എക്സാം ആവുന്ന സമയത്ത് എല്ലാം കൂടെ തട്ടിക്കൂട്ടി നിങ്ങൾക്കൊക്കെ ലൈക്ക് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഐ നോ ലൈക്ക് കുറെ പേർക്കൊക്കെ പല ബാധ്യതകളും തിരക്കുകളും പ്രശ്നങ്ങളും കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒക്കെ ഇടയിലായിരിക്കും സമയം കണ്ടെത്തേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇത് അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കരുത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കുമ്പോൾ ബാക്കി എല്ലാ കമ്മിറ്റ്മെന്റ്സിന്റെ കൂടെയും ഇതിനൊരു പ്രയോറിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസോ ടൈമോ നിങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കേണ്ട സിറ്റുവേഷൻ വരും. സോ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഡേ 1 മുതൽ തന്നെ, ഇനി പേറിപ്പോയാൽ ഡേ 5 ആയിക്കോട്ടെ, പക്ഷെ ഡേ 10 പോവാതിരിക്കുക. ഓക്കെ, സോ അങ്ങനെ മാക്സിമം ആദ്യം തന്നെ ടൈമും കാര്യങ്ങളും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെ പഠിക്കണം, ആരോടൊക്കെ ഡൗട്ട് ചോദിക്കണം, അസൈൻമെന്റ് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതും ഏതൊക്കെ അറ്റ്ലീസ്റ്റ് ഇപ്പം എത്ര മോഡ്യൂൾസ് ഉണ്ട്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് പോവാൻ ശ്രമിക്കുക. മാക്സിമം റെഗുലർ ആയി കഴിഞ്ഞാൽ അത്രയും തന്നെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ വെർച്വൽ ആയിട്ടാണ്, നിങ്ങൾ ഡിസ്റ്റന്റ് കോഴ്സ് ആയതുകൊണ്ട് ആ രീതിയിലും ഇപ്പൊ നിങ്ങൾക്ക് കോളേജോ കാര്യങ്ങളോ അല്ല, ആ രീതിയിലല്ല ഉള്ളത്. അതുകൊണ്ടും അല്ലാതെ നമ്മളിപ്പോ ഈ ലേൺവൈസിലുള്ള കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടീമാണെന്നുണ്ടെങ്കിലും ടീം കംപ്ലീറ്റ് വെർച്വൽ ആയിട്ട് നിങ്ങൾക്ക് ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ടാബിലൂടെയും ഒക്കെ ആയിട്ട് നിങ്ങൾ സ്ക്രീനിലൂടെയാണ് ബേസിക്കലി നമ്മളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ടാവും, പക്ഷെ അത്ര തന്നെ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഗുണവശങ്ങളൊക്കെ പോസിറ്റീവ് സൈഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാതെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ആ വെർച്വൽ സ്പേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് റാൻഡം ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പം ഒബ്ജക്റ്റീവ് ടെസ്റ്റിനെ പറ്റിയാണെന്നുണ്ടെങ്കിലും എക്സാം PDA പറ്റി, അസൈൻമെന്റ്സിനെ പറ്റി, എല്ലാത്തിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആസ് ടൈം കംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ലൈവ് സെഷൻസിലോ അതല്ലാതെയോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പെർട്ടിക്കുലർ രീതി മാറ്റണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ മെന്ററുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ നേരിട്ട് എൻ്റെ അടുത്ത് ലൈവ് സെഷൻസിലോ അല്ലാതെ നിങ്ങളുടെ കോൺടാക്ട് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെ. അതായത് ഈ ഒരു കോഴ്സും ക്ലാസ്സും ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ വി ആർ സെർവിങ് യു. അപ്പം ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളെയാണ് പഠിപ്പിച്ചു തരുന്നത്. ഏജ് ഒന്നും നമ്മളുടെ ഇടയിൽ ഒരു ഏജോ അല്ലെങ്കിൽ ജെൻഡറോ മറ്റ് റീജിയണൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബാധകമല്ല. പക്ഷെ നമ്മളൊരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നമുക്കുള്ള ഇടയിൽ ബാധകമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ അതിനെ എന്താ പറയാ പ്രൊലിഫറി ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനെ അത്രയും തന്നെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ഉഷാറാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ മാക്സിമം സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് വെർച്വലി ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഹിൻഡ്രൻസ് ആയിട്ട് മറയായിട്ട് മറ്റൊന്നും വരേണ്ട കാര്യവും ഇല്ല. ഓക്കെ, സോ ബാക്കി ഇവൻച്വലി ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൽ എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം എനിക്ക് സാധാരണ റെഗുലർ ക്ലാസ്സിൽ കാണുന്ന പോലെ നിങ്ങളെ മുഖമോ ഭാവങ്ങളോ ഒന്നും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു പോംവഴി. സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ആൻഡ് വിഷിംഗ് യു വെരി ബെസ്റ്റ് ഡേയ്സ് അഹെഡ്, അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സിന് വേണ്ടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.